ബ്രാഹ്മണൻ തുടർന്നു. രണ്ടാമൻ ആ പ്രഹ്ലാദനാണ്. ആ കുട്ടി വിളിച്ചപ്പോൾ തണുത്തുറഞ്ഞ കൽത്തൂണിനുള്ളിൽ നിന്ന് നരസിംഹമായി വരാൻ എന്റെ ഭഗവാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. മൂന്നാമത്തെ ശത്രു ദ്രൗപദിയാണ്. ഭഗവാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് അവൾ വിളിച്ചത്. ഉടനെ ആഹാരം ഉപേക്ഷിച്ച് എന്റെ ഭഗവാന് സഭയിലേക്ക് ഓടേണ്ടി വന്നു. അവൾക്ക് ഭഗവാന്റെ വിശപ്പിനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. അർജുനൻ വിറയ്ക്കാൻ തുടങ്ങി. അവൻ പേടിയോടെ ചോദിച്ചു, അപ്പോൾ നാലാമത്തെ ശത്രു ആരാണ്? ബ്രാഹ്മണൻ അർജുനന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അത് ആ അർജുനനാണ്. മഹാഭാരത യുദ്ധത്തിൽ എന്റെ ഭഗവാനെക്കൊണ്ട് അവൻ തേര് തെളിപ്പിച്ചു. വെയിലുകൊണ്ട് എന്റെ ഭഗവാൻ തളർന്നു. അർജുനന് വരുന്ന അമ്പുകൾ പോലും ഭഗവാൻ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി. ആ അർജുനനെ മാത്രം എനിക്കൊന്ന് കാണണം. ഈ വാളിന് അവൻ ഇരയാകും. അർജുനന്റെ തല താഴ്ന്നു. താൻ ഭഗവാന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അഹങ്കാരമായിരുന്നു. എന്നാൽ ഈ ദരിദ്രനായ ബ്രാഹ്മണൻ ഭഗവാന്റെ വേദനകളെക്കുറിച്ച് ഓർത്തു വിലപിക്കുകയാണ്. തന്റെ മോക്ഷത്തെയോ ലാഭത്തെയോ കുറിച്ചല്ല, ഭഗവാന്റെ സുഖത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. കൃഷ്ണൻ അർജുനനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തന്റെ ഭക്തിയേക്കാൾ എത്രയോ വലുതാണ് ആ സാധാരണക്കാരന്റെ നിഷ്കളങ്കമായ സ്നേഹമെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഉള്ളിലെ അഹങ്കാരം ആ നിമിഷം അലിഞ്ഞുമില്ലാതായി.